ക്രിസ്തുവിന്റെ പീഡനാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. കണ്ണൂർ നഗരവീതിയിലൂടെ നടന്ന സംയുക്ത കുരിശിന്റെ വഴിയിൽ കണ്ണൂർ ഹോളി ഫാമിലി ചർച്ച്, മേലച്ചൊവ്വ സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച്, ഭർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ, ശ്രീപുരം സെന്റ് മേരീസ് ക്നാനായ ചർച്ച് തുടങ്ങിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. തെക്കി ബസാർ ഹോളി ഫാമിലി പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. തുടർന്ന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന സമാപന പ്രാർത്ഥനകൾക്ക് സഹ ബിഷപ്പ് ഡെന്നീസ് കറുപ്പശ്ശേരി നേതൃത്വം നൽകി. ഫാദർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, ഫാദർ ഡോക്ടർ അലക്സ് വടക്കുന്തല, ഫാദർ ജോസഫ് പാംബ്ലാനി എന്നിവർ സംസാരിച്ചു. ഈ കുരിശിന്റെ വഴിയില് 14 സ്ഥലങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു 5 സ്ഥലങ്ങളിലെങ്കിലും കരുണാർദ്രമായ സ്നേഹത്തിന്റെ തൂവൽ സ്പർശം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയിൽ ഈ കണ്ണുനീരും നിലവിളിയും വഞ്ചനയും ചതിയും കിരാതമായ പീഡനങ്ങളും മാത്രമല്ല, ആശ്വാസത്തിന്റെ ദിവ്യമായ കരങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ കുരിശിന്റെ വഴിക്ക് ലത്തീൻ ഭാഷയിൽ വിയാ സാക്ര എന്നാണ് പറയുക. പരിശുദ്ധമായ വഴി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു ക്രൈസ്തവൻ നടന്നു നീങ്ങേണ്ട യഥാർത്ഥ വഴി ഈ കുരിശിന്റെ വഴിയാണ്.